ഒരു രക്തദാന ക്യാമ്പിൽ വെച്ചാണ് ഹരി ജൂലിയറ്റിനെ ആദ്യമായി കണ്ടത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തമ്മിൽ കണക്റ്റായ അവർ പിന്നീട് പ്രണയത്തിലായി. ജൂലിയറ്റ് അഥവാ സരസ്വതി എന്ന യഥാർത്ഥ പേരുള്ള അവൾ ഒരു വലിയ കുടുംബത്തിലെ പെണ്ണായിരുന്നു. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഹരി മല്ലി എന്നൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഹരിയുടെയും ജൂലിയറ്റിന്റെയും പ്രണയത്തിന് നേർക്ക് മറ്റാരുടെയും കണ്ണുകൾ പതിയാതിരിക്കാൻ മല്ലിയായിരുന്നു അവർക്ക് കാവലായി നിന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹരിയുടെയും ജൂലിയറ്റിന്റെയും പ്രണയം ഒരു ഫ്രണ്ട് വഴി ജൂലിയറ്റിന്റെ ചേട്ടൻ അറിഞ്ഞു. അവൻ ഉടനെ തന്നെ തന്റെ ആളുകളെയും കൂട്ടി ഹരി താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്തി ഹരിയെയും മല്ലിയെയും ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ മല്ലിയെ റേപ്പ് ചെയ്യാൻ ഒരുങ്ങിയതും ഹരി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവന്റെ നേർക്ക് ചാടി അവനെ പരമാവധി മർദ്ദിച്ചു. ആ മർദ്ദനത്തിൽ അവൻ മരണപ്പെടുകയും അപ്പോഴവിടെ എത്തിയ ജൂലിയറ്റ് ആ കാഴ്ച നേരിൽ കാണുകയും ചെയ്തതോടെ സത്യങ്ങൾ അറിഞ്ഞിട്ടും മല്ലിയെ റേപ്പ് ചെയ്ത് തന്റെ ചേട്ടനെ കൊന്നത് ഹരിയാണെന്ന് പോലീസിന് മൊഴി കൊടുത്ത് അവൾ അവനെ ജയിലിലാക്കി. അങ്ങനെ നീണ്ട 13 വർഷങ്ങളായി ജയിലിൽ കിടക്കേണ്ടി വന്ന ഹരി ഒരു ദിവസം കസ്റ്റഡിയിൽ നിന്ന് ചാടി കള്ളമൊഴി കൊടുത്ത് തന്നെ അകത്താക്കിയ ജൂലിയറ്റിനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി. എന്നാൽ അപ്പോഴവൻ കണ്ട കാഴ്ച തന്റെ മകളുമായി ഭർത്താവിന്റെ ഹൃദയം മാറ്റിവെക്കാനുള്ള പണത്തിനായി ഹോസ്പിറ്റലിൽ കിടന്ന് നെട്ടോട്ടമോടുന്ന ജൂലിയറ്റിനെയായിരുന്നു. പാപ്പരായ അവളെ കണ്ട് അവന് സന്തോഷം തോന്നിയെങ്കിലും ഭർത്താവിന് ഹൃദയം മാറ്റിവെക്കാനുള്ള പണം കണ്ടെത്താനായി അവൻ അവളെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ കൊള്ളപ്പലിശയ്ക്ക് രോഗികളെ കൊള്ളയടിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ നിന്നും അവർ പണം മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു. പലതവണ പോലീസിന് മുന്നിൽ ജൂലിയറ്റിനെ ഇട്ടുകൊടുത്താലോ എന്ന് അവന് തോന്നിയെങ്കിലും അങ്ങനെ ചെയ്യാൻ മനസ്സപ്പോൾ അവനെ അനുവദിച്ചില്ല. എന്നാൽ പോലീസ് അവരെ വളഞ്ഞ സന്ദർഭത്തിൽ ജൂലിയറ്റിന്റെ കയ്യിൽ നിന്നും പണം കൈക്കലാക്കി ഹരി ഒറ്റയ്ക്ക് അവിടെ നിന്നും കടന്നു കളഞ്ഞു. ജൂലിയറ്റ് പോലീസിന്റെ പിടിയിലായില്ലെങ്കിലും അവളിൽ നിന്നും പണം തട്ടിയെടുത്ത് തന്നെ ചതിച്ച അവളെ താനും ചതിച്ചല്ലോ എന്നോർത്ത് അവൻ ആശ്വസിച്ചു. പക്ഷെ അതിനുശേഷമാണ് ശരിക്കും ഹൃദയം മാറ്റിവെക്കുന്നത് അവളുടെ ഭർത്താവിനല്ലെന്നും മറിച്ച് അത് അവൾക്കു തന്നെയാണെന്നും ഹരി തിരിച്ചറിഞ്ഞത്. മാത്രമല്ല പണ്ട് അവളുടെ സഹോദരനെ കൊന്ന കേസിൽ ഹരിയെ പോലീസുകാർ കൊല്ലാനിരുന്നതാണെന്നും എന്നാൽ ജൂലിയറ്റിന്റെ ഇടപെടൽ കാരണമാണ് അവനെ കൊല്ലാതെ ജയിലിലാക്കിയതെന്നും തന്റെ കുടുംബത്തിൽ നിന്നുമുണ്ടായ പ്രഷർ കാരണമാണ് അവൾക്ക് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്നതെന്നും അവൻ വൈകാതെ മനസ്സിലാക്കി. അതോടെ അവളോടുള്ള പകയൊക്കെ മാറി അവൻ മറ്റൊരു ഹോസ്പിറ്റലിൽ അവളുടെ ഹൃദയം മാറ്റിവെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡിയാക്കി പണവുമായി അവളെ രക്ഷപ്പെടാൻ സഹായിച്ചു. എന്നാൽ പോലീസ് വീണ്ടും അവരെ വളഞ്ഞതോടെ ഹരി വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരെ പ്രതിരോധിക്കുകയും ജൂലിയറ്റിനോട് വണ്ടിയെടുത്ത് പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് എത്താനും പറഞ്ഞു. അങ്ങനെ അവൾ സുരക്ഷിതമായി അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തിയതോടെ പോലീസിന്റെ ബുള്ളറ്റുകൾക്ക് മുന്നിൽ ഹരി കീഴടങ്ങി. എന്നാൽ മരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്റെ ഹൃദയം അവൾക്ക് നൽകണമെന്ന് SIയോട് പറഞ്ഞ് അവൻ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ആ SIയിൽ നിന്നും ഹരിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ജൂലിയറ്റ് പണ്ട് മല്ലിയെ റേപ്പ് ചെയ്ത് ഹരിയെ തീർക്കാൻ തന്റെ ചേട്ടനോട് പറഞ്ഞത് ഇപ്പോഴത്തെ തന്റെ ഭർത്താവാണെന്ന് മനസ്സിലാക്കിയതോടെ ഹരിയുമായുള്ള തന്റെ ഫോട്ടോ ചുവരിൽ തൂക്കി ഭർത്താവിന്റെ കരണം നോക്കി 4 പൊട്ടിച്ച് പണ്ട് തനിക്ക് വേണ്ടി ഹരി കരുതി വെച്ചൊരു മോതിരം എടുത്ത് കയ്യിലണിഞ്ഞു.